വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിൽ ഇഡിയുടെ ഒരു സമൻസ് 2023 ഫെബ്രുവരിയിൽ കിട്ടിയിട്ട് കേരളം അതിനെക്കുറിച്ച് അറിയുന്നത് 2.5 കൊല്ലങ്ങൾക്ക് ശേഷം 2025 ഒക്ടോബറിലാണ്. ഇഡി പൊളിറ്റിക്സിന്റെ ഇരയായി ജാമ്യം നിഷേധിക്കപ്പെട്ട് DK ശിവകുമാർ ജയിലിൽ കഴിഞ്ഞത് 50 ദിവസമാണ്. പി ചിദംബരം തിഹാർ ജയിലിൽ കഴിഞ്ഞത് 106 ദിവസമാണ്. ഹേമന്ത് സോറൻ 6 മാസം, അരവിന്ദ് കെജ്രിവാൾ 5 മാസം, മനീഷ് സിസോദിയ 17 മാസം. അങ്ങനെ കഴിഞ്ഞ 9 കൊല്ലക്കാലത്തിനിടയ്ക്ക് പ്രതിപക്ഷ പാർട്ടികളിലെ ഒട്ടേറെ നേതാക്കന്മാർ ഇഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ ഇരകളായി ജയിലിൽ കഴിയേണ്ടി വന്നപ്പോഴും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും മാത്രം ഇഡി പൊളിറ്റിക്സിൽ നിന്നും ഇമ്മ്യൂണിറ്റി ലഭിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഇഡിയുടെ ഹിയറിംഗിന് വിവേക് കിരൺ ഹാജരാകാതിരുന്നിട്ടും തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇഡി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായി പകപോക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഒരൊറ്റ വരി പത്രസമ്മേളനം വിളിച്ച് പറയാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിരുന്നുവെന്ന് സഖാവ് MA ബേബി പറയുകയും 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് അദ്ദേഹം അത് മാറ്റി പറയുകയും ചെയ്തത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ആകെ മൊത്തത്തിൽ കൂട്ടി വായിക്കുമ്പോൾ അന്തർധാര സജീവമല്ലേ എന്ന് ആരെങ്കിലുമൊക്കെ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല.